വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയുടെ എക്സാം ആയി റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി വരാനിരിക്കുന്ന നെക്സ്റ്റ് മന്ത് വരാനിരിക്കുന്ന കേരള PSC നോട്ടിഫിക്കേഷനിൽ ഒന്നാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പ്രഖ്യാപിക്കുമെന്ന് PSC കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു തസ്തികയിൽ അവസാനം നടന്ന എക്സാം, അതായത് ലാസ്റ്റ് 2022 ഫെബ്രുവരിയിൽ നടന്ന കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പോസ്റ്റിന്റെ എക്സാമിനേഷനിൽ 2021 എക്സാം നടന്നത്. 2021 നോട്ടിഫിക്കേഷൻ വന്നു. 2022 എക്സാം നടന്നത്. 2022 ഫെബ്രുവരിയിൽ നടന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ഈ റാങ്ക് ലിസ്റ്റിൽ 2433 പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു അത്. അതിനകത്ത് ഏകദേശം 400-ലധികം അപ്പോയിന്റ്മെന്റുകൾ ഇതിനകം പോയി കഴിഞ്ഞു. ഏകദേശം ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു തസ്തികയുടെ പ്രത്യേകത, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയുടെ പ്രത്യേകത എന്തെന്നാൽ ഇലക്ട്രിക്കൽ, അതുപോലെ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ ഈ 3 ബ്രാഞ്ചുകളിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയായിരുന്നു കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ. ഈ ഒരു പോസ്റ്റിന്റെ ലാസ്റ്റ് ഇയറിൽ നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 44.66 മാർക്കായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് വന്നത്. 1051 പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു ഈ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയിൽ വന്നത്. ഇതിന്റെ സിലബസ്, മുൻ വർഷത്തിൽ നടന്ന എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് 33% ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓരോ ബ്രാഞ്ചിൽ നിന്നും ഉണ്ടായിരുന്നത്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ ഈ 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽഡുകളിൽ നിന്ന് ഈക്വൽ പെർസെൻറ്റേജിലാണ്, ഈക്വൽ വെയിറ്റേജോട് കൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമുക്ക് വന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സിലബസ് വന്നപ്പോൾ നമുക്ക് വന്നിരുന്നത് ഇതിനകത്ത് ഇലക്ട്രിക്കലിന് അല്പം വെയിറ്റേജ് കൂടുതലുണ്ടായിരുന്നു. അത് വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ സിലബസ് സെറ്റ് ചെയ്തിരുന്നത്. ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെയായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രിക്കലിൽ നിന്നും മെക്കാനിക്കലിൽ നിന്നെല്ലാം ഈ ഒരു തസ്തികയിൽ ചോദിച്ചത്. ചിട്ടയായ ഒരു പഠനത്തോടു കൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തിക നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ്. ഇതിന്റെ സിലബസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ മെക്കാനിക്കൽ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൽ ഏകദേശം 50 മുതൽ 55 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് വന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്നായിരുന്നു. അതില് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഏകദേശം 10 സബ് ഡിവിഷനുകളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ 3 സെക്ഷനുകളെ നമുക്ക് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഒരു ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ടേംസുമാണ്. അപ്പോൾ ഈ ഓരോ ടേംസും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ട് ഫണ്ടമെന്റൽ ടേംസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, പാരാമീറ്റേഴ്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് മാത്രം വരുന്ന പ്രോബ്ലംസ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മളൊരു 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ് സമയത്ത് സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന ടോപ്പിക്കുകളാണിത്. ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഒന്ന് റീകളക്ട് ചെയ്ത് നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ തന്നെ ഏകദേശം 10 മാർക്കോളം നമുക്ക് ഈ ഒരു എക്സാമിന് ക്രാക്ക് ചെയ്യാം. ലാസ്റ്റ് ഇയറിൽ നടന്ന ഒരു എക്സാമിൽ 50 to 55 മാർക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ 50 to 55 എന്ന് പറയുമ്പോൾ പലവർക്കും സംശയം വരും, 3 സബ്ജക്റ്റുകളിലായിട്ട് ഒരു പോസ്റ്റ് വിളിച്ചിട്ട് എന്തുകൊണ്ട് ഇലക്ട്രിക്കലിന് വെയിറ്റേജ് കൂടി എന്നുള്ളത്. നമുക്കറിയാം, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയുടെ അപ്ലൈ ചെയ്യാവുന്ന യോഗ്യത 3 ബ്രാഞ്ചുകളിലുള്ള സ്റ്റുഡൻസിനും
അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷെ അതിന്റെ സിലബസ് വന്നപ്പോൾ ഏകദേശം 40 മാർക്കാണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് പ്യുവർലി അലോട്ട് ചെയ്തിരുന്നത്. ഇത് കൂടാതെ ഒരു 10 മാർക്ക് സെൽസ് ആൻഡ് ബാറ്ററീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടെ അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അതിനകത്ത് വരുന്നത് ബേസിക് ആയിട്ട് ബാറ്ററിയുടെ കണക്ഷൻസ് എന്തെല്ലാമാണ്, സോളാർ സെല്ല്, അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ആ 10 മാർക്കിൽ വന്നിരുന്നത്. അതായത് അതിനകത്തും വരുന്നത് ബേസിക് ആയിട്ട് വരുന്ന ടേംസ് എന്ന് പറയുന്നത് വോൾട്ടേജ്, കറണ്ട്, അതുപോലെ റെസിസ്റ്റൻസ് എങ്ങനെയാണ്, സെല്ലുകൾ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റി പഠിക്കുവാണെങ്കിൽ നമുക്ക് ജനറലി ഒരു 10 മാർക്ക് ഔട്ട് ഓഫ് 100ൽ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ, അത്രയും ക്ലിയർ ആയിട്ട് അത് പഠിക്കുവാണെങ്കിൽ ഒരു 10 മാർക്ക് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിന്റെ ഒരു ബേസിക് ഇലക്ട്രിസിറ്റിയുടെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. വളരെ ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിക്കുന്ന, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് എന്താണ് ആ ടോപ്പിക് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന 3 വേർഡുകളാണുള്ളത്. ഒന്ന് വോൾട്ടേജ്, 2 കറണ്ട്, 3 റെസിസ്റ്റൻസ്. എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ്? ഒരിക്കലും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു ഡെഫിനിഷൻ ബൈഹേർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ കാണാപ്പാടം പഠിച്ചാൽ, കാണാതെ പഠിച്ചല്ല നമ്മൾ ഒരിക്കലും ഒന്ന് പഠിക്കേണ്ടത്. എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ്, ഇത് മൂന്നും മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലെ എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അതൊരിക്കലും മറക്കില്ല, ഒരിക്കലും നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോകില്ല. സോ നമുക്ക് നോക്കാം വോൾട്ടേജ് എന്താണ്. ബിഫോർ നമ്മൾ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള മറ്റൊരു കാര്യം ആലോചിക്കാം. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്നും കാണുന്ന ഒരു കാര്യം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് നമുക്കറിയാം. അതിന് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ 2 ബീക്കർ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ 2 പാത്രങ്ങളാണ് ഇരിക്കുന്നത്. ഈ 2 പാത്രത്തില് ആദ്യത്തെ പാത്രം അഥവാ ആദ്യത്തെ ഒരു ബൗളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഒരു നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നിടത്തോളം, അതായത് ഇവിടെ ഈ അപ്പർ ലെവലിൽ മാർക്ക് ചെയ്തിരിക്കുന്നിടത്തോളം പോർഷനിൽ ഇവിടെ വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് വേറെ ഒരു എംറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം വെള്ളമുള്ള മറ്റൊരു കണ്ടെയ്നറാണ്. ഇത് കണ്ടെയ്നർ 1 ആണ്, ഇത് കണ്ടെയ്നർ 2 ആണ്. കണ്ടെയ്നർ 1ൽ വെള്ളം കൂടുതലും കണ്ടെയ്നർ 2ൽ വാട്ടർ ലെവൽ കുറവുമാണ്. ഈ കണ്ടെയ്നർ 1ൽ നിന്ന് കണ്ടെയ്നർ 2ലേക്ക് ഞാനൊരു പൈപ്പ് വെറുതെ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്, കൊടുത്തേക്കുവാണ്. വെറുതെ ഒരു പൈപ്പ് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റോസ് കണക്ട് ചെയ്തിട്ടേക്കുന്നു. അപ്പോൾ ഈ കണ്ടെയ്നർ 1ൽ വെള്ളത്തിന്റെ ലെവൽ കൂടുതലാണ്, കണ്ടെയ്നർ 2ൽ വാട്ടർ ലെവൽ കുറവാണ്. സ്വാഭാവികമായിട്ടും വാട്ടർ ലെവൽ കൂടിയ സ്ഥലത്തു നിന്നും വാട്ടർ ലെവൽ കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വാട്ടറിന്റെ ഫ്ലോ ഉണ്ടാകും. വാട്ടറിന്റെ ഫ്ലോ അവിടെ സംഭവിക്കും. വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഫ്ലോ ഉണ്ടാകും. അപ്പോൾ വാട്ടർ ലെവലിനകത്ത് ഒരു ഡിഫറൻസ്, ഈ വാട്ടർ ലെവലിൽ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഈ കണ്ടെയ്നർ 1ൽ നിന്ന് കണ്ടെയ്നർ 2ലേക്ക് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. ഇതൊരു കാര്യം മൈൻഡിൽ ആലോചിക്കുക. ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വാട്ടറിന്റെ ഫ്ലോ. ഇനി ഫോർ എൻ എക്സാമ്പിൾ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ഇതായിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ 2 കണ്ടെയ്നറും ഒരേ ഫ്ലോർ ലെവലിലാണ് ഇരിക്കണേന്ന് വിചാരിക്കുക. കണ്ടെയ്നർ 1ഉം കണ്ടെയ്നർ 2ഉം ഒരേ ഫ്ലോർ ലെവലിലാണ് ഇരിക്കണമെന്ന് വിചാരിക്കുക.
സെയിം ഫ്ലോറിൽ തന്നെ ഒരേ ഫ്ലോർ ലെവലിൽ കണ്ടെയ്നർ 1ഉം കണ്ടെയ്നർ 2 ഇരിക്കുകയാണ്. കണ്ടെയ്നർ 1ൽ നിന്ന് കണ്ടെയ്നർ 2വിലേക്ക് വാട്ടർ ഫ്ലോ നടക്കുന്നുണ്ട്. കണ്ടെയ്നർ 2വിൽ വാട്ടർ ഫ്ലോ ലെവൽ കുറവാണ്. സോ 1ൽ നിന്ന് 2വിലേക്ക് വാട്ടറിന്റെ ഫ്ലോ നടക്കുവാണ്. സ്റ്റിൽ ഇത് എപ്പോൾ വരെ സംഭവിക്കും? 1ലും 2വിലും ഒരേ ലെവൽ വാട്ടർ ആകുന്നത് വരെ 1ൽ നിന്ന് 2വിലേക്ക് വെള്ളത്തിന്റെ ഫ്ലോ അവിടെ നടക്കും. വെറുതെ ഒരു പൈപ്പ് കണ്ടെയ്നർ 1ൽ നിന്ന് കണ്ടെയ്നർ 2വിലേക്ക് വച്ചേക്കുന്നു. കണ്ടെയ്നർ 1ൽ വെള്ളത്തിന്റെ ലെവൽ കൂടുതലാണ്, കണ്ടെയ്നർ 2വിൽ വെള്ളത്തിന്റെ ലെവൽ കുറവാണെങ്കിൽ കണ്ടെയ്നർ 1ൽ നിന്ന് കണ്ടെയ്നർ 2വിലേക്ക് വെള്ളത്തിന്റെ ഫ്ലോ നടക്കും. സ്റ്റിൽ എപ്പോൾ വരെ നടക്കും ഇത്? 1ഉം 2ഉം ഒരേ വാട്ടർ ലെവലിൽ ആകുന്നത് വരെ ഇത് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ 50 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. ഇനീഷ്യലി 50 ലിറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ ഇനീഷ്യലി 2 ലിറ്റർ വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഇവിടെ 50ഉം ഇവിടെ 2ഉമാണ്. സോ ഈ 50 ലിറ്ററിൽ നിന്ന് 2 ലിറ്റർ ഉള്ള പാത്രത്തിലേക്ക് വെള്ളം ഫ്ലോ ചെയ്യും. എപ്പോ വരെ? രണ്ടിടത്തും ഈക്വൽ വാട്ടർ ലെവൽ ആകുന്നത് വരെ ഈ ഫ്ലോ നടക്കും. അതായത് ടോട്ടൽ 50 + 2 52 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. രണ്ടിടത്തും ഈക്വൽ ആവുക മീൻസ് രണ്ടിടത്തും 26 ലിറ്റർ വെച്ച് വെള്ളം ആകുന്നത് വരെ ഈ വാട്ടർ ഫ്ലോ നടന്നുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് വോൾട്ടേജ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇലക്ട്രോൺസ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺസ് കുറവുള്ള സ്ഥലത്തേക്ക് ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുന്നതിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഇലക്ട്രോൺസ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺസ് കുറവുള്ള സ്ഥലത്തേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളം ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇലക്ട്രോൺസ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺസ് കുറവുള്ള സ്ഥലത്തേക്ക് ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടക്കുന്നു. ആ ഇലക്ട്രോൺ ഫ്ലോയെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് കൂടുതൽ, ഇലക്ട്രോൺസ് കുറവ്, ആ ഇലക്ട്രോൺസിന്റെ ഡിഫറൻസ്, ഇലക്ട്രോൺസ് കൂടിയതും ഇലക്ട്രോൺസ് കുറവും. അപ്പൊ ഇലക്ട്രോൺസ് കൂടുതലുള്ള സ്ഥലത്ത് ഒരു ഹൈ എനർജിയും ഇലക്ട്രോൺസ് കുറവുള്ള സ്ഥലത്ത് ലോ എനർജി ആയിരിക്കും. ആ ഡിഫറൻസ്, ആ ഇലക്ട്രോൺ ഡിഫറൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു വാട്ടർ, അതായത് കണ്ടെയ്നർ 1ഉം കണ്ടെയ്നർ 2ഉം തമ്മിൽ ഒരു വാട്ടർ ലെവൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് കണ്ടെയ്നർ 1ൽ നിന്ന് കണ്ടെയ്നർ 2വിലേക്ക് വാട്ടറിന്റെ ഫ്ലോ നടക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് കൂടുതൽ ഒരു സ്ഥലത്തുണ്ട്, മറ്റൊരു സ്ഥലത്ത് ഇലക്ട്രോൺസ് കുറവാണെങ്കിൽ ഇലക്ട്രോൺസ് കൂടിയ സ്ഥലത്ത് നിന്നും ഇലക്ട്രോൺസ് കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസിന്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു ഫ്ലോ നടക്കുന്നത്, ഇലക്ട്രോണിന്റെ ഫ്ലോ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് കൂടിയതിൽ നിന്ന് ഇലക്ട്രോൺസ് കുറഞ്ഞ സ്ഥലത്തേക്കുള്ള ഫ്ലോയെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കൊരു ഫ്ലോ നമുക്ക് സാധിക്കുകയുള്ളൂ. വാട്ടർ ലെവൽ ഈക്വൽ ആണെങ്കിൽ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അവിടെ വരുന്നില്ല. വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രോൺസ് തമ്മിലൊരു ഡിഫറൻസ്, കുറച്ച് സ്ഥലത്ത് കൂടുതലും മറ്റൊരു സ്ഥലത്ത് കുറവുമായതുകൊണ്ടാണ് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ഫ്ലോ നടക്കുന്നത്. ഈക്വൽ ആണെങ്കിൽ അത് പോസിബിൾ അല്ല. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ കറന്റ് ഉണ്ടാവുകയുള്ളൂ, അഥവാ ഇലക്ട്രോണിന്റെ ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഫോഴ്സ് മോട്ടിവേറ്റിംഗ് ചാർജ് കാരിയേഴ്സ് ടു ഫ്ലോ ഇൻ എ സർക്യൂട്ട് ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണോ ഇലക്ട്രോൺ ഫ്ലോയെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഫോഴ്സ് എന്താണോ അതിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ കൂടിയ സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺ കുറഞ്ഞ സ്ഥലത്തേക്ക്, സോ കൂടുതൽ കുറവ്, ആ ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഇലക്ട്രോൺ ഫ്ലോ നടക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു കറണ്ട് ഉണ്ടാവുകയുള്ളൂ. അതാണ് വോൾട്ടേജ്, കറണ്ട്. ഇനി ഒരു കാര്യം കൂടെ നോക്കുക.
ഈ കണക്ട് ചെയ്ത് വച്ചേക്കുന്ന പൈപ്പ്, ഈ പൈപ്പിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളൊരു ടാപ്പ് വച്ചു എന്ന് വിചാരിക്കുക. അപ്പോ ഈ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വെള്ളത്തിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാം. വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്കുള്ള ഫ്ലോയെ ഒരു ടാപ്പിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാം. ദാറ്റ് മീൻസ് ഈ അതായത് വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഉള്ള ആ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ഓപ്പോസ് ചെയ്യുന്ന ആളാണ് ടാപ്പ്. ടാപ്പ് വെച്ച് നമുക്കത് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളി നമുക്ക് റിലീസ് ചെയ്യാം. അതായത് ടാപ്പ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് വെള്ളത്തിന്റെ ഫ്ലോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ടാപ്പ് റിലീസ് ചെയ്ത് വരുന്നതനുസരിച്ച്, ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് വെള്ളത്തിന്റെ ഫ്ലോ കൂടിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടേമിനകത്ത് വരുന്നത്. ഇലക്ട്രോൺസ് കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കുള്ള ആ മൂവ്മെന്റ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്ത് വരുന്ന ആ ഒരു എലമെന്റ്, അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു പിക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എലമെന്റ് ആണ് വോൾട്ടേജ്, അഥവാ ഇലക്ട്രോൺ ഫ്ലോയെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒപ്പോസിഷനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് കൊടുത്തിരിക്കുന്നത്. കറണ്ട് ഇസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ടു ദി കറണ്ട് ഫ്ലോ ആണ്. ഒപ്പോസിഷൻ ടു ദി കറണ്ട് ഫ്ലോയെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിന്റെ യൂണിറ്റ് കൂടെ നോക്കാം. വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട്സ് ആണ്. റെപ്രസെന്റ് ചെയ്യുന്നത് വി, ഇംഗ്ലീഷ് ആൽഫബറ്റ് വി യൂസ് ചെയ്താണ് നമ്മൾ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. റെപ്രസെന്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓംസ് ആണ്. ഓംസ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ലെറ്റർ, ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓംസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ഇത് മൂന്നും വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 3 ടേംസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഇത് എങ്ങനെ റിലേറ്റ് ചെയ്യാം, എന്താണ് ഈ വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഒക്കെ തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളത് പറയാം. അതിനു മുമ്പായിട്ട് റെസിസ്റ്റൻസ് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു ടേമാണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് തന്നെയാണ്, അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മെറ്റീരിയൽ എടുക്കുവാണെങ്കിൽ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു മെറ്റീരിയൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ എടുക്കുന്നത് കോപ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ കോപ്പറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന കോപ്പറിന്റെ ഒരു കോപ്പർ വയർ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ കോപ്പർ വയർ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ വയറിന്റെ ലെങ്ത്, അതുപോലെ കോപ്പർ വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയുണ്ട്, അതുപോലെ തന്നെ കോപ്പർ വയറിന്റെ ആ പ്രസന്റ് കണ്ടീഷനിലുള്ള ടെമ്പറേച്ചർ എത്രയാണ്, അങ്ങനെ പല പല ഫാക്ടേഴ്സ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 100 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കോപ്പർ വയർ എടുക്കുമ്പോൾ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആയിരിക്കില്ല 200 മീറ്റർ കോപ്പർ വയർ എടുത്തു കഴിഞ്ഞാൽ. ഇങ്ങനെ 50 മീറ്റർ കോപ്പർ വയർ എടുത്തു കഴിഞ്ഞാൽ വേറൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ വയറിന്റെ ലെങ്ത് മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന് വേരിയേഷൻ വരും. അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന് മാറ്റം വരും. അങ്ങനെ പല പല ടേംസുകളുണ്ട് നമുക്ക്. ഇനി അപ്പോൾ നമുക്ക് പിന്നെ വരുന്നൊരു ടേമാണ്, അല്ലെങ്കിൽ ഒരു യൂണിക് ആയിട്ട് വരുന്നൊരു ടേമാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെറ്റീരിയലിന് ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും അണ്ടർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു മെറ്റീരിയലും ആയിക്കോട്ടെ, ആ മെറ്റീരിയല് 1 മീറ്റർ ലെങ്ത്തും അതുപോലെ 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും എടുക്കുമ്പോൾ, 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും എടുക്കുമ്പോൾ അത്രയും മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന
റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയല് 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് നമ്മൾ വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പാണ്, അഥവാ സർക്കുലർ ഷേപ്പാണ്. അതെന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയറും ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്ററും. അത്രയും മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ കോപ്പർ ആണെങ്കിൽ കോപ്പർ 1 മീറ്റർ നീളമുള്ള ഒരു കോപ്പർ വയർ, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 1 മീറ്റർ സ്ക്വയറും ആണെങ്കിൽ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്താണോ, എത്രയാണോ, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സിമിലർലി അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം ഈ പറഞ്ഞെടുത്തോളം ഡയമെൻഷൻ, അതായത് 1 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷണൽ ഏരിയ, 1 മീറ്റർ ലെങ്ത്, അത്ര എടുക്കുമ്പോൾ അലൂമിനിയം ഓഫർ ചെയ്യുന്ന സ്പെസിഫിക് റെസിസ്റ്റൻസ് എത്രയാണോ, റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണോ, അതിനാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെറ്റീരിയലിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയാണ്. ഒന്ന് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, രണ്ട് ടെമ്പറേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ കോപ്പർ വയറിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസും അലൂമിനിയത്തിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസും ഒന്നായിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. അതായത് മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് സ്പെസിഫിക് റെസിസ്റ്റൻസ് മാറും. രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ കോപ്പർ തന്നെ നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസിലുള്ള കോപ്പർ വയറിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കില്ല 400 ഡിഗ്രി സെൽഷ്യസിലുള്ള കോപ്പർ വയറിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ സ്പെസിഫിക് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഓർ ടൈപ്പ് ഓഫ് ദി മെറ്റീരിയൽ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ആണ്. ടെമ്പറേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ആണ് രണ്ടാമത്തെ ഫാക്ടർ. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ അല്ലെങ്കിൽ ടൈപ്പ്, അതായത് മെറ്റീരിയൽ ടു മെറ്റീരിയൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് മാറും. അതായത് 200 മീറ്റർ കോപ്പർ എടുത്താലും 100 മീറ്റർ കോപ്പർ എടുത്താലും സ്പെസിഫിക് റെസിസ്റ്റൻസിന് മാറ്റമില്ല, പക്ഷേ റെസിസ്റ്റൻസിന് മാറ്റം ഉണ്ടാകും. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്, രണ്ടാമത്തത് ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ആണ്, മൂന്നാമത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. R = ρL/A. R = ρL/A എന്ന് പറയുന്നത് ആ ഒരു ഇക്വേഷൻ ആണ് തന്നേക്കുന്നത്. റോ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്, ഓം മീറ്റർ. അതിന്റെ ലെങ്ത്, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ദെൻ അനദർ ഫാക്ടർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ ആണ്. ക്യാപിറ്റൽ A എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ ആണ്. 3 ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അതിന്റെ റിലേഷൻഷിപ്പും കൂടെ നോക്കുക. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് R = ρL/A ആണ്. അതായത് റെസിസ്റ്റൻസ് ലെങ്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ലെങ്ത് ആണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അതായത് ഒരു വയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു വയറിന്റെ തിക്നെസ് കൂടുമ്പോൾ, അഥവാ അതിന്റെ, ഇപ്പോൾ സപ്പോസ് ഇതൊരു വയറാണ്, ഇത് രണ്ടാമത്തെ വയറാണെങ്കിൽ ഫസ്റ്റ് വയറിൽ നിന്ന് സെക്കൻഡ് വയറിലേക്ക് വരുമ്പോൾ അതിന്റെ കട്ടി, അഥവാ ഈ ക്രോസ് സെക്ഷണൽ ഏരിയ, ഈ പോർഷൻ, അതായത് കട്ട് ചെയ്യുമ്പോൾ വരുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിക്കഴിഞ്ഞാല്, വയറിന്റെ കട്ടി കൂടിക്കഴിഞ്ഞാല് അവിടെ റെസിസ്റ്റൻസ് കുറയും. വയറിന്റെ കട്ടി കൂടിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയുവാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഒരു വയർ എടുത്തു, അത് 1 മീറ്റർ ലെങ്ത് ആയിരുന്നു എന്ന് വിചാരിക്കുക. രണ്ടാമതൊരു വയർ എടുത്തത് ഒരു 4 മീറ്റർ ലെങ്ത് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വയറിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ട് അവിടെ കൂടുവാണ്
ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് റെസിസ്റ്റൻസിന് മാറ്റം വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ റെസിസ്റ്റൻസ് വരുന്ന മാറ്റം, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ടിന് ഓപ്പോസിഷൻ ആണ്. അതായത് റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നത്തെ ആ ഒരു ഫിഗർ ഒന്ന് ഓർത്താൽ മതി. ഈ ഒരു ഫിഗർ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ഈ റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഫ്ലോ കുറയും. അഥവാ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറന്റ് ഫ്ലോയ്ക്ക് എന്ത് സംഭവിക്കും? കറന്റ് ഫ്ലോ കുറയും. സോ കറന്റ് ഫ്ലോ കുറയും. അതും കൂടെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറന്റ് ഫ്ലോ കുറയുകയാണ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഫ്ലോ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ ലാസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്ററിന്റെ എക്സാമിന് ഇത് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ടൈം കുറവാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കാം, ഞാൻ ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 4 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിരുന്നത്. 4 സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് വയറും തിൻ വയറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. തിക്ക് വയറും തിൻ വയറും തമ്മിലുള്ള കമ്പാരിസൺ. ദാറ്റ് മീൻസ് തിക്കായിട്ടുള്ള വയർ, തിക്ക് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കൂടിയ വയറാണ്. കട്ടി കൂടിയ വയറ് അഥവാ തിക്നെസ് കൂടിയ വയറിന് കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി തിക്നെസ് കൂടിയ വയറിന് കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് അതിന് കുറവായിരിക്കും. സിമിലർലി തിന്നായിട്ടുള്ള വയറ്, തിക്ക് വയറും തിൻ വയറും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. തിക്ക് വയർ ക്യാരീസ് മോർ കറണ്ട് ആൻഡ് തിൻ വയർ ക്യാരീസ് ലെസ് എമൗണ്ട് ഓഫ് കറണ്ട്. അതുപോലെ ലോങ് വയർ ക്യാരീസ് ലെസ് എമൗണ്ട് ഓഫ് കറണ്ട്. ഷോർട്ട് വയർ ക്യാരീസ് മോർ എമൗണ്ട് ഓഫ് കറണ്ട് കമ്പയർഡ് ടു തിക്ക് വയർ. അങ്ങനെ കമ്പാരിസൺ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അതിൽ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കേരള PSCയുടെ ട്രെൻഡ് അനുസരിച്ച് ഒരിക്കലും 4 ഓപ്ഷൻസ് തന്നിട്ട് കറക്റ്റ് ആൻസർ ഏതാണ് ABCD എന്നുള്ള രീതിയിലല്ല ക്വസ്റ്റ്യൻ വരുന്നത് കൂടുതലും 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിന്റെ താഴെ ഓപ്ഷൻസ് കൊടുക്കും. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 and 2 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 and 3 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1, 2 and 3 കറക്റ്റ്, ഓൾ ഓഫ് ദി അബോവ് ആർ കറക്റ്റ്. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യമാണെങ്കിലും ഏതൊരു ചെറിയ കൺസെപ്റ്റ് ആണെങ്കിലും അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആ രീതിയിൽ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് R = ρl/a എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ പക്ഷെ അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം, R ഡയറക്ട്ലി proportional to the length, R inversely proportional to the area of cross section, and one more thing, R depends on the resistivity അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ആ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സിനെ ഉള്ളൂ. ഒന്ന് ടൈപ്പ് ഓഫ് ദി മെറ്റീരിയലും 2 ടെമ്പറേച്ചറും. 2 ഫാക്ടേഴ്സിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരൊറ്റ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 4 പോയിന്റ്സ് ആണ്. ദെൻ അതിന്റെ കൂടെ വരുന്ന 2 കൺക്ലൂഷൻസ് ആണ്. തിക്ക് വയർ ക്യാരീസ് മോർ കറണ്ട് ആൻഡ് തിൻ വയർ ക്യാരീസ് ലെസ് എമൗണ്ട് ഓഫ് കറണ്ട്. അത് കൂടെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ നമുക്ക് ഈ ഒരു ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം, ഇത് ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്ററിന്റെ എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പം നമ്മൾ ഇതൊരു ടേബിൾ ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് R = ρl/a എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനകത്ത് എപ്പോഴും പറയുന്നത് ഒരു
വയറിന്റെ റേഡിയസിന് ഇത്ര എമൗണ്ട് ഓഫ് ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ഒരു വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത്ര എമൗണ്ട് ഓഫ് ചേഞ്ച് വന്നു, അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസിന് എങ്ങനെ ചേഞ്ച് വന്നു, എത്ര ചേഞ്ച് വന്നു, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വയറിന്റെ റേഡിയസിന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏരിയയ്ക്ക് വരുന്ന ചേഞ്ച് അത് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും നിങ്ങൾ നോക്കുക, ഒരു വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അത് സർക്കുലാർ ഷേപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വയറിന്റെ റേഡിയസ് ഒരു വയറിന്റെ റേഡിയസ് 2 ടൈംസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 4 ടൈംസ് ആയിരിക്കും. റേഡിയസ് 2 ടൈംസ് ആയി കഴിഞ്ഞാൽ ഏരിയ 4 ടൈംസ് ആയിട്ട് മാറും. ഇതിന് വേറെ റീസൺ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞത് സർക്കുലാർ ക്രോസ് സെക്ഷൻ ആണ്. സർക്കുലാർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. അതായത് പൈ ആർ സ്ക്വയർ ആണ് ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് റേഡിയസിന്റെ സ്ക്വയറിന് പ്രപ്പോർഷണലായിട്ടായിരിക്കും ഏരിയ മാറുന്നത്. അപ്പൊ റേഡിയസ് ഡബിൾ ആയി കഴിഞ്ഞാൽ 2വിന്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പൊ ഏരിയയുടെ എത്രയാവും? ഏരിയ 4 ടൈംസ് ആവും. റേഡിയസ് 2 ടൈംസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ 4 ടൈംസ്. റേഡിയസ് 3 ടൈംസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് 3 ടൈംസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ 4 ടൈംസ് ആകും. ജനറലി പറയുവാണെങ്കിൽ റേഡിയസ് എക്സ് ടൈംസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ എക്സ് സ്ക്വയർ ടൈംസ് ചേഞ്ച് ചെയ്യും. ഇവിടെ പറയാം, ക്വസ്റ്റ്യനകത്ത് സപ്പോസ് പറയുന്നത് ഒരു വയറിന്റെ റേഡിയസ് 3 ടൈംസ് ചേഞ്ച് ചെയ്തു, അതിന്റെ റെസിസ്റ്റൻസിന് എന്ത് ചേഞ്ച് വന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റേഡിയസ് 3 ടൈംസ് ആണെങ്കിൽ അതിന്റെ ഏരിയ 9 ടൈംസ് ആണ് ചേഞ്ച് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ദെൻ നമുക്കറിയാവുന്ന ഇക്വേഷൻ ആർ ഈക്വൽ ടു റോയൽ ബൈ എ എന്നുള്ള ഇക്വേഷനകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ ആൻസർ കിട്ടും. അത് നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസിന്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് ഏരിയ ചേഞ്ച് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു കൺക്ലൂഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. തിക്ക് വയറും തിൻ വയറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. തിക്ക് വയറിന് ഏരിയ കൂടുതലാണ്, റെസിസ്റ്റൻസ് കുറവായിരിക്കും. തിൻ വയറിന് ഏരിയ കുറവ്, റെസിസ്റ്റൻസ് കൂടുതൽ. സിമിലർലി ഷോർട്ട് വയറുകളാണെങ്കിൽ വയറിന്റെ ലെങ്ത് കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. സോ ലോങ് വയർ ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഷോർട്ട് വയർ ആണെങ്കിൽ ലെങ്ത് കുറവ്, റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, ദെൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഒരു വയറിന്റെ ലെങ്ത് ഡബിൾ ആയി ഏരിയ ഹാഫ് ആയി, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന് എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, നോർമൽ കേസിലുള്ള റെസിസ്റ്റിവിറ്റി റോ ആണ്, ലെങ്ത് എൽ ആണ്, ഏരിയ എ ആണ്. റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ റോ എൽ ബൈ എ ആണെന്ന് അറിയാം. ഇനി ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ലെങ്ത് ഡബിൾ ആയി ഏരിയ ഹാഫ് ആയി. സോ ലെങ്ത് ഡബിൾ ആയി. സോ ലെങ്ത്തിന് വന്ന ചേഞ്ച് നോക്കുക. ലെങ്ത്തിന് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 2L ആയി. ഏരിയ A/2 ആയി, അതായത് ഏരിയ ഹാഫ് ആയി. അപ്പോൾ നമ്മുടെ എല്ലിന്റെ സ്ഥാനത്ത് 2L വന്നു, ഏരിയയുടെ സ്ഥാനത്ത് A/2 വന്നു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോ എൽ ബൈ എ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ എൽ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 2L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഏരിയ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു? ഏരിയ എന്നുള്ളിടത്ത് നമ്മൾ A/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. A/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 2 ന്യൂമറേറ്ററിൽ പോകും. സോ നമുക്ക് കിട്ടുന്നത് എന്താണ്? കിട്ടുന്നത് 4 ഇൻറ്റു റോ എൽ ബൈ
എ എന്ന് കിട്ടും. 4 ഇൻറ്റു റോയൽ ബൈ എ. അപ്പോൾ റോയൽ ബൈ എ എന്ന് പറയുന്നത് നോർമൽ കേസിലുള്ള റെസിസ്റ്റൻസ് ആണ്. ഇവിടെ കിട്ടിയത് 4 ഇൻറ്റു റോയൽ ബൈ എ ആണ്. ദാറ്റ് ഈസ് 4 ടൈംസ് ഓഫ് ദി റെസിസ്റ്റൻസ് R. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ 2 തവണയും കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പോസ്റ്റിന് ചോദിച്ചതാണ്. ലെങ്ത് ഡബിൾ ആവുക, ഏരിയ ഹാഫ് ആവുക, ഈ 2 കാര്യങ്ങൾ. അതായത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ലാസ്റ്റ് ഇയറിലല്ല, അതിന് തൊട്ട് മുന്നത്തെ തവണ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ലെങ്തിനൊരു ചേഞ്ച് വന്നു, ഏരിയയ്ക്ക് ഒരു ചേഞ്ച് വന്നു. 2 ചേഞ്ചസും നമുക്കറിയാവുന്ന R ഈക്വൽ ടു റോയൽ ബൈ എ എന്നുള്ള ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ന്യൂ വാല്യൂ ഓഫ് ദി റെസിസ്റ്റൻസ് കിട്ടും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. R ഈക്വൽ ടു റോയൽ ബൈ എ എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ 4R എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ കിട്ടി. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ നമ്മൾ 4 ക്വസ്റ്റ്യനുകൾ മുൻപ് ചോദിച്ചിട്ടുള്ള 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് ഞാൻ പറഞ്ഞു തിക് വയറും തിൻ വയറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ പോയിന്റ് R ഈക്വൽ ടു റോയൽ ബൈ എ എന്നുള്ള ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് ലെങ്ത്തും ഏരിയയും മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന് വരുന്ന മാറ്റം അതെന്താണെന്നുള്ളത് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ്. അത് ടൈപ്പ് ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. അതാണ് മൂന്നാമത് പറഞ്ഞ ഫാക്ടർ. നാലാമത് പറഞ്ഞത് ആ പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. അത് ചെയ്യാൻ നമുക്ക് ആകെ ഒരേ ഒരു കാര്യമേ ആവശ്യമുള്ളൂ. R ഈക്വൽ ടു റോയൽ ബൈ എ എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഷുവർ ആണ്. ഒരു 1 to 2 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു 40 മിനിറ്റ്സിന്റെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഷുവർ ആയിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ, അതെങ്ങനെ ഈ ഒരു സിമ്പിൾ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പോസ്റ്റിന്റെ ഒരു ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ വളരെ ചെറിയൊരു പോർഷൻ, വളരെ ചെറിയൊരു ടോപ്പിക് വളരെ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ എടുത്തൊരു ക്ലാസ് ആണിത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് പ്ലാനോട് കൂടി നിങ്ങൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ ഈ ഒരു ഓവറോൾ ഈ ഒരു കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ കവർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റും. ഒരുപാട് ആളുകൾക്ക് മുൻ വർഷത്തെ ലിസ്റ്റിൽ ഒരുപാട് പേർക്ക് അപ്പോയിന്റ്മെന്റ് ഓൾറെഡി പോവുകയും ഇനിയും ഒരുപാട് തസ്തികകൾ നിലവിൽ വേക്കൻസികളുണ്ട്. ആ വേക്കൻസികളിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിൽ എത്തിപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. നല്ല കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു പോസ്റ്റിന്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിൽ എത്താനും ഈ ഒരു ജോലിയിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഏണസ്റ്റ് അക്കാദമി ഇതിന്റെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് കോഴ്സുകളിലെ കാര്യങ്ങളെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന്റെ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കോഴ്സ്, അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.